ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ. ശനിയാഴ്ച ദിവസം നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസം നമ്മൾ ലീവാണ്. ലീവ് മാത്രമല്ല, അന്നത്തെ ദിവസം നമ്മൾ ലീവാണെന്ന് പറഞ്ഞ് കടന്നുറങ്ങുമല്ല, അന്നത്തെ ദിവസം നമ്മുടെ ജിമ്മ് ക്ലിയർ ആക്കുന്ന ദിവസമാണ്. അതായത് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സോ ഇല്ലെങ്കിൽ ട്രെഡ്മില്ലോ ഡംബിൾസോ ഇല്ലെങ്കിൽ മിഷൻസിന് നട്ടോ ബോൾട്ടോ ഗ്രീസോ ഇനി മിഷൻസിന് കേബിൾസോ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് ടോട്ടലി ക്ലിയർ ചെയ്യുന്ന ദിവസമാണ് ഞങ്ങളുടെ ശനിയാഴ്ച ദിവസം. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും 2 പ്രാവശ്യം ക്ലീനിങ് നടക്കുന്നുണ്ട്. നോർമലി ഒരു ക്ലീനർ നമുക്കുണ്ട്, അദ്ദേഹം വന്ന് ക്ലീൻ ചെയ്തിട്ട് പോകും. പിന്നീട് രാത്രി നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓടിച്ചൊരു ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ജിമ്മിൻ്റെ ടൈമിംഗ് എന്ന് വെച്ചാൽ രാവിലെ 5 to രാത്രി 1:30 വരെയാണ്. നമ്മുടെ ജിമ്മുള്ളതെന്ന് വെച്ചാൽ അബുദാബി മുസഫ 24 ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ആമുഖം എന്ന് പറയുന്ന സംഭവം. ഇന്നത്തെ ദിവസം നമ്മൾ തീരുമാനിച്ചേക്കെന്ന് വെച്ചാൽ നമുക്ക് ഈ സീറ്റ് കവറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം എന്നാലോചിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ അധികം പണിയൊന്നും വരാറില്ല. നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അധികം പണിയൊന്നുമില്ല. 2-3 മണിക്കൂറത്തെ പണികൾ മാത്രമേ നമുക്ക് പൊതുവെ വരാറുള്ളൂ. അപ്പോൾ ആ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് പോവുള്ളൂ. കറങ്ങാൻ പോവോ ഫുഡ് കഴിക്കാൻ പോവോ അങ്ങനെയൊക്കെ നമ്മുടെ പണി കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പോകാറുള്ളൂ. പിന്നെ അതേപോലെ തന്നെയെന്ന് വെച്ചാൽ UAE ലീഗലായിട്ട് പ്രോട്ടീൻസ്, അതേപോലെ തന്നെ ക്രിയാറ്റിൻസ്, എനർജി ഡ്രിങ്ക്, C4, അതേപോലെ ഷെയ്ക്കർ, പീനട്ട് ബട്ടർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മൾ തീരുമാനിച്ചേക്കണമെന്ന് വെച്ചാൽ സീറ്റ് കവറെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യാം. സീറ്റ് കവറെല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസൊക്കെ ഇട്ട് നാളത്തെ കസ്റ്റമേഴ്സിന് വേണ്ടി വെൽക്കം ചെയ്യുന്ന നിൽക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിലൊക്കെ പോയി ഇന്ന് കറങ്ങാൻ പോവോ ഫിലിം കാണാൻ പോവോ ഫുഡ് കഴിക്കാൻ പോവോ എന്നൊക്കെ തീരുമാനിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു വിചാരം എന്ന് വെച്ചാൽ നോർമൽ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ രാവിലെ വന്നിട്ട് ഒരു 3-4 മണിക്കൂർ ഇതിൻ്റെ അകത്ത് നമ്മുടെ ജോലി ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആയി. പിന്നെ അന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ നാളെ രാവിലെ 5 മണിക്ക് വന്നാൽ മതി. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ലീവുണ്ട്. ആ ഒരു ദിവസം ലീവിന് നമ്മൾ ടോട്ടലി ഇതൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആണെങ്കിൽ നമ്മുടെ ചെറുക്കനാണെങ്കിൽ ഓൾറെഡി പരിപാടി തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. ബാത്റൂമിലായിട്ടുള്ള നമുക്ക് 2 ബാത്റൂമാണ് കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കുന്നത്. അത് ഏകദേശം ക്ലീൻ ആക്കി കഴിഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് നേരത്തെ നമ്മൾ സീറ്റ് കവർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യമേ മേടിച്ചതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്കൊരു തോന്നൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ എത്ര നേരം ഈ പണി എടുക്കേണ്ടി വരും, എങ്ങനെ പണി എടുക്കേണ്ടി വരും എന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം ലീവ് ആയതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പണി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പോയി കിടന്ന് ഉറങ്ങുമോ ഇല്ല കറങ്ങാൻ പോവോ ഫുഡ് കഴിക്കാൻ പോവോ ഫിലിമിന് പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ ഓരോ ടേബിൾസൊക്കെ ഇങ്ങനെ അഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നേരത്തെ ചെയ്തതിൻ്റെ സീറ്റിൻ്റെ കവറുകൾ ബാലൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ബാലൻസ് കവറുകൾ വെച്ചിട്ടുള്ള പണി മാത്രം ചെയ്താൽ മതി എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർത്തേക്കുന്നത്. അപ്പോൾ എത്രയാണോ ബാലൻസ് വന്നേക്കുന്നത് ആ ബാലൻസ് കവർ മാത്രം അടിക്കുക. എന്നിട്ട് ബാക്കി ഏതെങ്കിലും പണിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് അതൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം പണിയൊന്നും ഇല്ല കേട്ടോ. ഡെയിലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അധികം പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക, തുടച്ച് തൂത്ത് വിടുക. അതേപോലെ ഡാമേജ് ഉള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടാറുള്ളതുകൊണ്ട് അധികം പണികൾ സാധാരണ വരാറില്ല. പിന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരില്ലേ, അങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് കൂടുതൽ വരുള്ളൂ. അല്ലാത്ത പണിയൊക്കെ നമ്മൾ തേടി പിടിച്ച് കണ്ടും നോക്കിയും കണ്ടൊക്കെ ചെയ്യാമെന്ന് പറയല്ലേ, അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ അഴിക്കാൻ വേണ്ടി തുടങ്ങിയേ. അങ്ങനെ ഏകദേശം നമ്മൾ അഴിച്ച്, ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ട് അഴിക്കാൻ ഭയങ്കര ഈസിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ 2 പേരും ടോട്ടലി കംപ്ലീറ്റ്ലി ഏതൊക്കെയാണോ ഡാമേജ് ഉള്ള അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്.
ആകെ പെട്ടുപോയി. കാരണം അഴിച്ചതൊക്കെ നമ്മൾ എല്ലാം എടുത്ത് ഒരുമിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളാകെപ്പാടെ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ സീറ്റ് കവർ തികയത്തുമില്ല. ഇത്ര അഴിച്ചിടുകയും ചെയ്ത് ഇത് ഒരുപാടുണ്ട്. ഇതെങ്ങനെ ചെയ്യും, ഏത് രീതിയിൽ ചെയ്യും, ആകെപ്പാടെ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു 3-4 മണിക്കൂർ കൊണ്ട് തീർക്കാം എന്നൊരു ഉദ്ദേശം നമുക്കുണ്ടായിരുന്നു. കയ്യിലിരിക്കുന്ന എത്ര മെറ്റീരിയലാണോ ഉള്ളത് ആ മെറ്റീരിയൽ കൊണ്ട് മാത്രം നമുക്ക് പണി ചെയ്യാം എന്നുദ്ദേശിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പിന്നെ ഞങ്ങൾ പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. ഞങ്ങൾ ഓക്കെ വരുന്നിടത്ത് വെച്ച് കാണാം, പിന്നെ രാവിലെയാണല്ലോ പണി ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കടകളൊക്കെ ഓപ്പണാണ്, വേണമെങ്കിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ചെയ്യാം, ഇപ്പോൾ ഉള്ളത് വെച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 2 പേരും 2ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ തന്നെ കട്ട് ചെയ്ത് നമ്മൾ തന്നെ സ്റ്റാപ്ലർ ചെയ്യും, അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ 2 പേരും ചെയ്യുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നോക്കുമ്പം സമയം ഭയങ്കരമായിട്ട് പോകുന്നു പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തീരുമാനിച്ചു നമുക്ക് 2ആയിട്ട് ചെയ്യാം. അതായത് ഒരാൾ കട്ട് ചെയ്ത് തരും, ഒരാൾ സ്റ്റാപ്ലർ ചെയ്യും. അപ്പം കുറച്ചും കൂടെ സ്പീഡ് കിട്ടും. അപ്പോൾ ഒരാൾ കട്ട് ചെയ്യുക, ഒരാൾ സ്റ്റാപ്ലർ ചെയ്യുക. അല്ല ഒരാൾ തന്നെ കട്ട് ചെയ്ത് അയാൾ തന്നെ സ്റ്റാപ്ലർ ചെയ്ത്, അപ്പോൾ സമയം ഇങ്ങനെ മുന്നോട്ട് പോകും. കട്ട് ചെയ്യുന്നവന് കട്ട് ചെയ്താൽ മാത്രം മതി. കറക്റ്റ് അളവെടുക്കുക, കട്ട് ചെയ്യുക, അടുത്തയാൾ സ്റ്റാപ്ലർ ചെയ്യുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് കിട്ടും, നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാം എന്നുള്ള പ്ലാനിലായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പരിപാടി തുടങ്ങി കേട്ടോ. എന്താണെങ്കിലും ഇനി പിന്നോട്ടില്ലാതെ ഞങ്ങൾ തീരുമാനിച്ചു. എന്താണേലും പൂർണ്ണമായിട്ടും ചെയ്ത് തന്നെ തീർക്കാം എന്നങ്ങോട്ട് തീരുമാനിച്ചു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നാളെ ഓപ്പൺ ചെയ്യണം. നാളെ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 5 മണിയാകുമ്പോൾ ഓപ്പൺ ചെയ്താൽ മതി. അതുവരെ നമ്മുടെ കയ്യിൽ സമയമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുമാണ് വന്നത്. ഇനി ബാക്കിയുള്ള കാര്യം നോക്കിയാൽ മതി. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണം, ഇത്ര സ്ക്വയർ ഫീറ്റ് ചെയ്യണം എന്നൊന്നും പറയാൻ വേണ്ടിയല്ല കേട്ടോ ചെയ്യുന്നത്. നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ജിമ്മ് നടത്തുന്ന ആൾക്കാർക്കും ജിമ്മിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. വെളിയിൽ നിന്ന് ആളെ നോക്കണ്ട. നമുക്കൊരു സ്റ്റാപ്ലർ വേണം, അതേപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ സീറ്റ് കവർ വേണം, പിന്നെ നമുക്കൊരു ഐഡിയ വേണം. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്ഷമ വേണം കേട്ടോ. നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇന്ന രീതി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കലോ ഒന്നുമല്ല, നമുക്കും ഇത് ചെയ്യാൻ പറ്റും എന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ 2-3 പേരെയൊക്കെ കോൺടാക്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ സ്ക്വയർ ഫീറ്റിനാണ് പൈസ, നിങ്ങൾ കണ്ടില്ലേ കുറച്ച് മുമ്പ്. അപ്പോൾ സ്ക്വയർ ഫീറ്റിന് പൈസ എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ചെയ്യുമ്പോൾ എങ്ങനെ കളിച്ചാലും ഒരു 4,000-5,000 ദിർഹംസിന് മേളിൽ അടുത്താവുകയും ചെയ്യും. ചിലവർക്ക് നമ്മളിത് സീറ്റ് അഴിച്ചു കൊണ്ട് കൊടുക്കണം. അങ്ങനെയാണ് അവർ സീറ്റ് അടിച്ചു തരും. അപ്പോൾ നമ്മൾ തിരിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്ത് വെക്കണം, അതിന് സമയം എടുക്കും. പിന്നെ ചിലവർക്ക് 2 ദിവസം കൊടുക്കണം. അപ്പോൾ ഇതിനുള്ള സമയമൊന്നും നമുക്കില്ല. നമുക്കാകെപ്പാടെ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ദിവസമാണ്. ആ ഒരു ദിവസം കൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് ചെയ്യണം. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി തുടങ്ങി. എന്താണെന്നറിയില്ല, എനിക്ക് പൊടി അലർജി ഭയങ്കരമായിട്ടുണ്ട്. ഈ സമയമായപ്പോൾ ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്തു. എന്താണെന്നറിയില്ല, എനിക്ക് നോർമലി എനിക്കത് ഉള്ളതാണ്, പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മാസ്കൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. കാരണം നമുക്ക് ഇട്ടിട്ട് പിന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ പണി എന്താണെങ്കിലും തീർത്തേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ പരിപാടി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇവൻ്റെ ഓരോ തമാശകളും കാര്യങ്ങളും ഇവൻ്റെ ഇതുവരെ എത്തിയ ഇവൻ്റെ കഥകളും ട്രാജഡിയൊക്കെയാണ് പറയുന്നത്. പക്ഷേ പുള്ളി പറയുന്ന ഓരോ ട്രാജഡിയും അവൻ പറയുന്ന ആ ഒരു ശൈലി കേട്ടിട്ട് എനിക്ക് ചിരി വന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ എൻജോയ്മെൻറ്റ് ചെയ്ത് പണി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളിങ്ങനെ സംസാരിച്ച് എൻജോയ്മെൻറ്റ് ചെയ്ത് പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ബോറടി തോന്നത്തില്ല. നമുക്ക് പണി നമുക്ക് മുന്നോട്ടും ചെയ്യാൻ തോന്നും. അപ്പോൾ അടുത്ത ആഴ്ച ആണേലോ ഇനി പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണേലോ, അതേപോലെ നമുക്ക് രാത്രി 1:30-ക്കൊക്കെ ചിലപ്പോൾ അടയ്ക്കുമ്പോഴായിരിക്കും എമർജൻസി ആയിട്ട് ചിലപ്പോൾ നമുക്കൊരു പണി വരുന്നത്. അപ്പോൾ 2:30-3 മണി വരെയൊക്കെ നമ്മളിരുന്ന് പണി ചെയ്താൽ നമുക്ക് വലിയ ബോറടിയോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലോ ഒന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് വർത്താനം പറഞ്ഞ് സന്തോഷിച്ച് ചിരിച്ച് അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ.
സത്യം പറയാമല്ലോ, എനിക്ക് ജോലി എടുക്കാനേ പറ്റുന്നില്ല ഇവൻ്റെ കൂടെ ഇരുന്നിട്ട്. കാരണം ഇവൻ്റെ ഓരോ കാര്യങ്ങളും ഇവൻ്റെ ഓരോ തമാശ കേട്ടിട്ട് എനിക്ക് ഇരിക്കാനും മേല, വയറുവേദന എടുക്കുന്നു. ചിരിച്ചിരിച്ച് എനിക്ക് വയറുവേദന എടുക്കുക. ലാസ്റ്റ് ഞാൻ പറഞ്ഞ മോനെ നീ ഇങ്ങനെ സംസാരിക്കാതെ, എനിക്ക് പറ്റണില്ല, എനിക്ക് വയറുവേദന എടുക്കുന്നു, ഇനി ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനിവിടുന്ന് ഏറ്റു പോവും. കാരണം എനിക്ക് പറ്റുന്നില്ല. അതേപോലത്തെ ഓരോ കാര്യങ്ങളാണ് ഇവൻ പറയുന്നത്. അവൻ്റെ ആ ശൈലി ഓഫ് സ്പീക്കാണ് കേട്ടോ അതെന്താണെങ്കിലും ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബോറടിക്കത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പണി കംപ്ലീറ്റ് ചെയ്യാനും മുന്നോട്ട് പണി ചെയ്യാനും നമുക്ക് നമ്മുടെ ഒരു വീട് പോലെ നമ്മുടെ ജിമ്മിനെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ നമുക്ക് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഏകദേശം പണി ഇത്രയും വരെയൊക്കെ എത്തി കേട്ടോ. നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്ന സീറ്റ് കവർ ഉണ്ടല്ലോ, ആ സീറ്റ് കവർ ഏകദേശം നമ്മൾ ടോട്ടലായിട്ടും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സീറ്റ് കവർ ബാലൻസ് ഇല്ല, ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് ബാക്കി വെച്ചു. ഇനി അത്രയും കൂടെ ചെയ്യാനുണ്ട്, അവിടെ കിടക്കുന്ന കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. പക്ഷേ അതിനുള്ള സ്റ്റാപ്ലെയറും ഇല്ല, കവറും ഇല്ല. അങ്ങനെ നമ്മൾ നേരെ നമ്മൾ എവിടെ നിന്നാണോ സീറ്റ് കവർ മേടിച്ച് അവിടെ വന്നപ്പോൾ ആൾ നിസ്കരിക്കുവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് എടുത്തു. അത് കഴിഞ്ഞ് നേരെ സ്റ്റാപ്ലെയർ മേടിക്കാൻ വേണ്ടി പോയി സ്റ്റാപ്ലെയർ മേടിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു കത്രികയും മേടിച്ചു. നേരെ പെട്ടെന്ന് പറഞ്ഞല്ലോ, നേരെ തിരിച്ച് വന്നപ്പം ആദ്യമേ വണ്ടിയിൽ കയറിയപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് എത്താമല്ലോ എന്നോർത്താണ്. അത് കഴിഞ്ഞപ്പം തൊട്ട് എൻ്റെ പൊന്നാര ഗൈസ് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിപ്പോയി. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക്, ഒരു രക്ഷയില്ല. നിന്ന് സത്യം പറഞ്ഞാൽ നിന്നെന്നല്ല, വണ്ടിക്കകത്ത് ഇരുന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് വല്ലാത്ത രീതിയിൽ ഭയങ്കര ബ്ലോക്ക്. പിന്നെ അത് കഴിഞ്ഞപ്പം പെഡസ് ക്രോസ് അവിടെയുണ്ട്, അത് കഴിഞ്ഞും പിന്നെ പെഡസ് ക്രോസ് ഉണ്ട്. അങ്ങനെ 2-3 സ്ഥലത്ത് നിന്ന് എനിക്ക് തോന്നുന്നത് മിനിമം ഒരു 1/4 മണിക്കൂർ എടുത്തു. നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയാണ് എങ്കിൽ പോലും നമ്മൾ ഈ ട്രാഫിക് വഴി അവിടെ ചെന്ന് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടി ഏകദേശം നല്ലൊരു ടൈം എടുത്തു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ജിമ്മിൻ്റെ ലൊക്കേഷൻ. അറിയാൻ പാടില്ലാത്തവർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതാണ് മുസഫ 24. ആദ്യം കാണുന്നതാണ് മദീന സൂപ്പർ മാർക്കറ്റ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ജിമ്മ്. താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ജിമ്മുള്ളത്. കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വായോ, വിസിറ്റ് ചെയ്യ്. പിന്നെ എന്താ പറയുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളും, ബോഡി കട്ടിങ് ആണെങ്കിലും ബോഡി ബൾക്കിംഗ് ആണെങ്കിലും ഫിറ്റ്നസ് ആണെങ്കിലും എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തു തരാം. ട്രെയിനേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതാണ് കേട്ടോ ജിമ്മ്.
അങ്ങനെ കുറച്ചേറെ ഷീറ്റ് ഞാനങ്ങ് മേടിച്ചു. അപ്പോൾ ഇനി മിച്ചം വന്നാലും ഇനി അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ച് കുറച്ചേറെ അങ്ങ് മേടിച്ചു. അപ്പോൾ ഞാൻ പോയ സമയത്ത് ഇവനാണെങ്കിൽ ബാക്കി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ അവന് ഏകദേശം പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ മാത്രമേ ചെയ്യാനുള്ളൂ. ആൾ പാവം ടയേർഡായി കേട്ടോ, വീട്ടിലോട്ട് വിളിക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞത് നീ വീട്ടിലോട്ട് വിളിക്ക്, ഇനി കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ. ബാക്കി പണി പിന്നെ ഞാനങ്ങ് ചെയ്തു, ബാക്കി കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം നമുക്ക് ആകെപ്പാടെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്യുക. ബാക്കി ഏകദേശം നമ്മളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുവാണ്, ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്യണം, ഇത്ര സ്ക്വയർ ഫീറ്റ് കട്ട് ചെയ്യണം, ഇങ്ങനെ കട്ട് ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഈ വീഡിയോ പഠിപ്പിക്കാൻ വേണ്ടി ഇടുന്നൊരു വീഡിയോ അല്ല കേട്ടോ. നമുക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റുമോ മാത്രമല്ല, നമുക്ക് നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഈ പണി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ജിമ്മ് നടത്തുന്ന ആൾക്കാർക്കാണെങ്കിലോ ഇല്ല ജിമ്മിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലോ ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഉപകാരപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ എന്നോർത്ത് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉപകാരം ഉറപ്പായിട്ടും പെടും. അപ്പം നമ്മൾ തിരിച്ചു വരുന്നു. അടിപൊളി, ആകെപ്പാടെ പെട്ടു എന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ ഊരിയെടുത്തപ്പം പെട്ടെന്നല്ല ഊരി പോകുന്നതായിരുന്നു, പക്ഷേങ്കിൽ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് കുറച്ച് പാടുപെട്ടു കേട്ടോ. കാരണം ആദ്യമേ നമ്മളിത് ഫിറ്റ് ചെയ്തത് ടൈറ്റർ ഉപയോഗിച്ചിട്ടായിരുന്നു. ഇപ്പം ടൈറ്റർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല. ഇപ്പം കയ്യിൽ ഉണ്ടായിരുന്ന ഒരാളുടെ കൊടുത്തേക്കുവാണ്, പക്ഷേങ്കിൽ തിരിച്ച് മേടിക്കാൻ മറന്നുപോയി. നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യാം എന്നോർത്തുകൊണ്ടാണ് ചെയ്തത്. പക്ഷേങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യണം. അയ്യോ, പെട്ടെങ്കിൽ പോലും നമ്മൾ തിരിച്ച് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. കാരണം നമുക്ക് നാളത്തേക്ക് ഇത് ഭയങ്കര അത്യാവശ്യമാണ്, ഇത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പാടുപെട്ടിട്ടെങ്കിലും, കാരണം രാവിലെ തൊട്ട് ഇതിൻ്റെ പുറകെ തന്നെ ഇതിൻ്റെ പണി തന്നെ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും കുറച്ച് ടയർഡ്നെസ്സൊക്കെ ഫീൽ ആകുന്നുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ പിന്നോട്ടില്ല. ഞങ്ങൾ ചെയ്ത് തീർത്തിട്ട് ഇന്നത്തെ ദിവസം ഇവിടുന്ന് പോകുള്ളൂ എന്ന് തീരുമാനിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം. താങ്ക് യു.